ജെമിനി ലൈവ് ഇൻട്രാക്ഷൻ വെച്ചിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കിയാലോ. അതായത് കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽപ്പുകൾ ചോദിക്കാൻ, നമ്മൾക്ക് ന്യൂസ് അപ്ഡേറ്റുകൾ ഒരാൾ വായിച്ചു തരാൻ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ പറഞ്ഞു തരാൻ, സ്റ്റോറികൾ പറഞ്ഞു തരാൻ, ഇത്തരത്തിലുള്ള പല ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും നമുക്ക് ജെമിനി ലൈവ് ഇൻട്രാക്ഷൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ്, എങ്ങനെയൊക്കെ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് ലൈവ് ഇൻട്രാക്ഷൻ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഒരുപാട് നോർമൽ യൂസ് കേസുകൾ പറയുന്നുണ്ട്, ലാംഗ്വേജ് പഠിക്കാൻ, മറ്റു പല കോണ്ടെക്സ്റ്റിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ കാണാൻ ശ്രമിക്കുക, പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ജെമിനി ലൈവ് ഇൻട്രാക്ഷൻ ജെമിനി ആപ്പിലാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ജെമിനി ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനാണ് ലൈവ് ഇൻട്രാക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഇനി നമുക്കിത് പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഓരോ യൂസ് കേസുകളും ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഒന്നാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് നമ്മൾക്ക് റോൾ പ്ലേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ടെലി കോളറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം കുറേ ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലൊക്കെ നിങ്ങൾക്ക് നേരത്തെ ഈ ഒരു ടൂളിൻ്റെ സഹായത്തോടെ വെച്ചിട്ട്, അല്ലെങ്കിൽ സഹായം ചോദിച്ചിട്ട് നിങ്ങൾക്ക് അതൊക്കെ മുമ്പ് തന്നെ റോൾ പ്ലേ ചെയ്യാൻ കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും, അതിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് ലൈവ് ഇൻട്രാക്ഷൻ. ഞാൻ ഒരു എക്സാമ്പിൾ ഇതിനോട് ചോദിച്ചു നോക്കാം. എനിക്ക് ഗൂഗിളിൽ ഡാറ്റ അനലിസ്റ്റിൻ്റെ ഒരു ജോബിന് ഇൻ്റർവ്യൂക്ക് കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ഏറ്റവും ടഫായിട്ടുള്ള 2-3 ചോദ്യങ്ങൾ എന്നോട് നീ ചോദിക്കുമ്പോൾ നമ്മളൊരു റോൾ മോഡൽ അല്ലെങ്കിൽ ഒരു റോൾ പ്ലേ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ നമുക്കൊരു മോക്ക് ഇൻ്റർവ്യൂ തുടങ്ങാം അല്ലേ? ഡേറ്റ അനലിസ്റ്റ് റോളിൽ ഏറ്റവും ടഫായിട്ടുള്ള ചോദ്യങ്ങൾ സാധാരണ നിങ്ങളുടെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസും അതുപോലെ വലിയ ഡേറ്റ സെറ്റുകളെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നതും വിലയിരുത്താനാണ് വരുന്നത്. ഇതാ ആദ്യത്തെ ചോദ്യം. നിങ്ങളൊരു വലിയ ഡേറ്റ സെറ്റിൽ മിസ്സിംഗ് വാല്യൂസ് കണ്ടെത്തിയാൽ അവയെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക? അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഇതിനെ പല വിധേനയും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഞാനിത് ഇവിടെ ഒരു യൂസ് കേസ് മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഇത് എനിക്ക് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത്. ഇൻ്റർവ്യൂക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, റോൾ പ്ലേക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലോ ഇതിനുമായിട്ട് സംവദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റം വരുത്താൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ യൂസ് കേസ്. രണ്ടാമത്തെ യൂസ് കേസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനൊരു ഏജൻ്റായിട്ട് നമ്മൾക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഓക്കെ ഗൂഗിളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ജെമിനിനെയാണ് നമ്മളിതിൻ്റെ മോഡ്, ഇതിൽ ബിഹൈൻഡിൽ വർക്ക് ചെയ്യുന്ന മോഡായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതിന് ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റും. വാട്സപ്പിൽ ഇന്ന ആൾക്ക് മെസ്സേജ് അയക്കാൻ, യൂട്യൂബിൽ ഇന്ന സെർച്ച് ചെയ്യാൻ, അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് ഓക്കെ ഗൂഗിളിന്, അതായത് ഈ ലൈവ് ഇൻട്രാക്ഷൻ വെച്ച് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ നമ്മളൊന്ന് നോക്കി നോക്കാം. വാട്സപ്പ് തുറന്നിട്ട് ആഷിക്ക് മേൽമുറിക്ക് നിനക്ക് സുഖമാണോ എന്ന് മെസ്സേജ് അയക്കുക. നമുക്ക് റിസൾട്ട് ഒന്ന് നോക്കി നോക്കാം, വരുന്നുണ്ടോ നോക്കി നോക്കാം. ഓക്കെ, സെൻഡ്. Sending it now. Okay, have you done? Yes, sent. അപ്പോൾ വാട്സപ്പിൽ ആഷിക്ക് മേൽമുറിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മൾ വാട്സപ്പ് ഒന്ന് തുറന്ന് നോക്കുകയാണ്. മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് യൂട്യൂബിൽ ഓരോന്ന് സെർച്ച് ചെയ്യാൻ, സ്പോട്ടിഫൈ തുറക്കാൻ, അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് ഇതിനൊരു ഏജൻ്റായിട്ടും നമുക്ക് ഇതിന് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ യൂസ് കേസ്. മൂന്നാമത്തെ യൂസ് കേസ് ശരിക്കും നമുക്ക് വൈഡർ രീതിയിൽ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഞാനിവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞിരുന്നത്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ആ രീതിയിൽ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇലക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ചെടിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ ഒരു ഐഡിയ ഇല്ലെങ്കിൽ ചിലപ്പോൾ ജെമിനിയുടെ ഈ ഒരു ലൈവ് ഇൻട്രാക്ഷൻ വെച്ച് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ കറിവേപ്പിലിൻ്റെ ഒരു ചെറിയൊരു രോഗത്തിൻ്റെ ഒരു പിക്ചർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചോദിച്ച് നോക്കുകയാണ്, നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ നോക്കിക്കാം. അപ്പോൾ ലൈവ് ഇൻട്രാക്ഷൻ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ക്യാമറ ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ഫംഗ്ഷനാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇത് എൻ്റെ വീട്ടിലെ കറിവേപ്പിലയുടെ ഇലയുടെ പ്രശ്നമാണ് നീ കാണുന്നത്. ഇതെന്താണ് പ്രശ്നം, ഇതിന് എന്താണ് നാടൻ പരിഹാരം?
കറിവേപ്പിലയിലെ ഈ കറുത്ത പാടുകൾ ചിലപ്പോൾ ഫംഗസ് രോഗം കാരണമാകാം. ഇതിന് നാടൻ പരിഹാരമായി വേപ്പെണ്ണയും സോപ്പും ചേർന്നുള്ള ലായനി ഉപയോഗിച്ച് തളിക്കുന്നത് നല്ലതാണ്. ഇത് കീടങ്ങളെയും ഫംഗസിനെയും നിയന്ത്രിക്കാൻ സഹായിക്കും. ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നൽകണോ? വേണ്ട, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതേപോലെ നമ്മളുടെ പല ആവശ്യങ്ങൾക്കും നമ്മൾക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ സഹായം ചോദിക്കാൻ പറ്റും. ഇവിടെയൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് AI ആണ്. അത് അതിന് മനസ്സിലാക്കുന്ന രീതിയിലാണ് റിസൾട്ടുകൾ തരിക. നമ്മളെപ്പോഴും കെയർഫുൾ ആവണം, ഒന്ന് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ബാധിക്കും. അതാണ് 3ാമത്തെ യൂസ് കേസ്. 4ാമത്തെ യൂസ് കേസ് നമ്മൾക്ക് എന്താ ചോദിച്ചാൽ കുട്ടികൾക്കൊക്കെ കഥ പറഞ്ഞു കൊടുക്കാൻ. ഇനി നമ്മൾക്ക് പെട്ടെന്നൊരു കഥയില്ലെങ്കിൽ ഈ ഒരു ടൂളിനെ കൊണ്ട് കഥ പറഞ്ഞ് കൊടുക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കാം. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനെന്ത് ചെയ്തു, ഇവിടെ ന്യൂ ചാറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, 3 വയസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് മലയാളത്തിൽ ലളിതമായിട്ടുള്ള കഥ വളരെ സാവധാനം നിനക്ക് പറയാൻ സാധിക്കുമോ? തീർച്ചയായും. ഒരു മുയലിന്റെ കഥ പറയാം. ഇഷ്ടപ്പെടുമോ? ഓക്കെ. ഒരിടത്ത് ഒരു ചെറിയ മുയൽക്കുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് വെള്ള നിറമായിരുന്നു. മുയൽക്കുട്ടിക്ക് ഓടിച്ചാടി കളിക്കാൻ അതായത് ഇതിൻ്റെ സംസാരത്തിൻ്റെ ആ ഫാസ്റ്റ് കൂടി അത് എന്തിട്ടുണ്ട് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആണ് കഥ പറയുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇതേപോലെ മറ്റു പല ക്രിയേറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് 5ാമത്തെ യൂസ് കേസിലേക്കാണ് പോകുന്നത്. 5ാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള വഴിയല്ല. നിങ്ങൾ ഈ ഒരു വഴി ഏറ്റവും കുടുങ്ങുന്ന സമയത്ത് മാത്രമേ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇൻ കേസ് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുന്നില്ല, നിങ്ങളിങ്ങനെ ആ ഒരു ഇഷ്യൂ മനസ്സിൽ ഇങ്ങനെ കൊണ്ടെടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു കൗൺസിലറുടെ സഹായം ആവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ വേറെ എന്തെങ്കിലും മെൻ്റലി അല്ലെങ്കിൽ മൈൻഡ് സെറ്റിനെ ഡിസ്ട്രാക്റ്റ് ആക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതിനൊരു കൗൺസിലറായിട്ടും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ബട്ട് ദിസ് ഇസ് നോട്ട് എ ഗുഡ് വേ. ഡോണ്ട് ഡൂ ദിസ് ഇൻ മോസ്റ്റ് കേസസ്. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വാണിംഗ് തരികയാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ന്യൂ ചാറ്റ് ഓപ്പൺ ചെയ്തു. ഹായ്, ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആണ്. എനിക്കൊന്നിലും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരുപാട് സമയം ഞാൻ റീൽ വീഡിയോകളൊക്കെ കണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ കൃത്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നീ ഒരു ഇത്തരം കാര്യങ്ങൾ കൗൺസിൽ ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് എനിക്ക് പറഞ്ഞു തരാമോ? ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് സാധാരണമാണ്. റീൽ വീഡിയോകൾ കാണുന്നത് കുറയ്ക്കാൻ നിങ്ങൾക്ക് ഒരു സമയപരിധി നിശ്ചയിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗത്തിനായി പ്രത്യേക സമയം കണ്ടെത്താം. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ: ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക, ജോലികൾക്കിടയിൽ ചെറിയ ഇടവേളകൾ എടുക്കുക, ശാന്തമായ അതായത് ഈ ഒരു രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫർദർ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അത് നമ്മളോട് പറയും ഇന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് ഫർദർ കാര്യങ്ങൾ ചോദിക്കാം, അതെങ്ങനെയാണ് ചെയ്യുക, ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ മറ്റു പല വിധേനയും ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇനി നമ്മൾ പോകുന്നത് 6ാമത്തെ യൂസ് കേസിലേക്കാണ്. നമ്മൾക്ക് എന്ത് ചോദിച്ചാൽ പല സമയത്തും നമ്മൾക്ക് ക്രിയേറ്റീവ് ഐഡിയകൾക്കൊക്കെ നമ്മൾ ജനറേറ്റ് ചെയ്ത് നമ്മൾ ഓരോന്ന് ചാറ്റ് ബോട്ടിനോട് ചോദിക്കാറുണ്ട്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് ഇതിനോട് ലൈവ് ഇൻറ്ററാക്ട് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചാറ്റ് ബോട്ടിനോട് ചോദിക്കുമ്പോഴൊക്കെ നമ്മൾക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നം, ടൈപ്പ് ചെയ്യേണ്ട ബുദ്ധിമുട്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ നമുക്ക് ഈ ലൈവ് ഇൻറ്ററാക്ഷൻ വെച്ചിട്ട് പരിഹാരം കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള കുറച്ച് ഐഡിയകൾ ചോദിക്കണം. ഓക്കെ, ഞാനിവിടെ ഈ ലൈവ് ഇൻറ്ററാക്ഷൻ ഓപ്പൺ ചെയ്തു. നാച്ചുറലായിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നതാണ് എൻ്റെ രീതി. അപ്പോൾ എനിക്ക് വളരെ ക്രിയേറ്റീവായിട്ടുള്ള കളേഴ്സ്, നാച്ചുറലിൽ നിന്ന് ലഭ്യമായിട്ടുള്ള സോഴ്സുകൾ വെച്ചിട്ട് ചെയ്യണം. അതിനെനിക്ക് കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയകൾ പറഞ്ഞു തരുമോ? തീർച്ചയായും. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന നിറങ്ങൾ ഉപയോഗിച്ച് പെയിന്റ് ചെയ്യുന്നത് വളരെ ആനന്ദകരമായ ഒരു അനുഭവമാണ്. മഞ്ഞ, ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾക്കായി നിങ്ങൾക്ക് മഞ്ഞളോ ബീട്രൂട്ടോ ഉപയോഗിക്കാം. ഇലകൾ, പൂക്കൾ, മണ്ണ് തുടങ്ങിയവയിൽ നിന്നും വിവിധ നിറങ്ങൾ വേർതിരിച്ചെടുക്കാം. കൂടുതൽ ക്രിയേറ്റീവായ ആശയങ്ങൾ വേണമെങ്കിൽ ഏതുതരം പ്രതലത്തിലാണ് പെയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാമോ? അതായത് ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഫർദർ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഇന്ന പ്രതലത്തിലാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്നുകൂടി നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഇത് ഓരോന്നായിട്ട് തരും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്രിയേറ്റീവ് തിങ്കിങ്ങിന് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. കുറേ ആളുകൾക്ക് ChatGPT അല്ലെങ്കിൽ ജെമിനിയിലോ ഒക്കെ
കൃത്യമായിട്ട് കൃത്യമായിട്ട് പ്രോംപ്റ്റ് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അത്തരം ആളുകൾക്ക് ഇത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരിഹാരം കാണാൻ സാധിക്കും. അടുത്തത് 7ാമത്തെ യൂസ് കേസ് എന്ന് പറയുന്നത് നമുക്ക് പല ന്യൂസ് അപ്ഡേറ്റുകൾക്കൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ന്യൂസ് അപ്ഡേറ്റ്സ് ചോദിക്കുകയാണ്. ലോകത്ത് നടന്ന ഏറ്റവും പ്രധാന ഇൻസിഡൻസ്, അതായത് ലാസ്റ്റ് ഒരു ഹവറിൽ, ഒരു മണിക്കൂറിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസിഡൻസ്, ന്യൂസുകൾ എനിക്ക് വളരെ ബ്രീഫായിട്ട് നിനക്ക് പറഞ്ഞു തരാമോ? കഴിഞ്ഞ ഒരു മണിക്കൂറിൽ വളരെ പ്രധാനപ്പെട്ട ലോകവാർത്തകൾ അത്രയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിലും നിലവിൽ നടക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ചുള്ള ചില അപ്ഡേറ്റുകളുണ്ട്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട യാത്രാ നിയന്ത്രണങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകൾ. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാമോ? തീർച്ചയായും. മിഡിൽ ഈസ്റ്റിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് വേണമെങ്കിൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ ലൈവ് ഇൻട്രാക്ഷൻ വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് 7ാമത്തെ യൂസ് കേസ്. 8ാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രസൻറ്റേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്പീച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മത്സരങ്ങൾക്ക് എന്തെങ്കിലും പ്രിപ്പയർ ആവുന്ന സമയത്തും വേണമെന്നുണ്ടെങ്കിൽ ഇതിനോടൊരു ജഡ്ജായിട്ട് നിന്നിട്ട് നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡിബേറ്ററാണ്, അപ്പോൾ നിങ്ങളുടെ ഡിബേറ്റ് ചെയ്യുന്ന രീതി അത് കേൾക്കാൻ പറ. എന്നിട്ട് ഇതിനോട് കൃത്യമായിട്ട് പറ, എനിക്ക് എൻ്റെ പെർഫോമൻസിന് നിനക്ക് മാർക്ക് ഇട്ട് തരാൻ പറ. ഇനി ഈ പെർഫോമൻസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള സജഷൻസും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടൂൾ വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റും. അതാണ് നമ്മുടെ 8ാമത്തെ യൂസ് കേസ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല രീതിയിലും നമ്മൾക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക, കാണാൻ ശ്രമിക്കുക. AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളുമായിട്ട് സംവദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കമൻറ്റുകൾ താഴെ പറയാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.